സൗത്ത് കരോലിനയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 1996 നവംബർ 12 രാത്രി ഒരു 8:54 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് വിർജീനിയ റസൽ എന്ന് പറയുന്ന സ്ത്രീയുടെ പേജറിലോട്ടൊരു മെസ്സേജ് വരുന്നത്. ഇത് കണ്ട് അവർ നേരെ ലാൻഡ് ലൈനിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവർ ഹാളിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ലാൻഡ് ലൈനിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഒരു കോൾ ചെയ്തു. ആ ഒരു കോളിന് ശേഷം അവരുടെ ഹാൻഡ് ബാഗ് എടുത്തിട്ട് പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു വർക്ക് വന്നിട്ടുണ്ട്, അതിനുവേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ജോലി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വിളിക്കുമ്പോൾ അവരുടെ വീടുകളിൽ പോയിട്ട് വീടുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായിരുന്നു ഇവർ ചെയ്തിരുന്ന ജോലി. അങ്ങനെ പിറ്റേ ദിവസമായി സൗത്ത് കരോലിനയിലെ റോസ്വുഡ് ഏരിയയിൽ ഒരാൾ രാവിലെ തന്നെ തൻ്റെ പട്ടിനെയും കൊണ്ട് നടക്കാനിറങ്ങിയതായിരുന്നു. ആളങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു റോഡായിരുന്നു. അതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് എന്തോ കിടക്കുന്നത് പോലെ ആൾക്ക് തോന്നുകയാണ്. ആൾ കുറച്ചങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അതൊരു സ്ത്രീയുടെ മൃതദേഹമാണെന്ന് ആൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അയാൾ 911 വിളിക്കുകയായിരുന്നു. ഉടനെ തന്നെ പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയും ചെയ്തു. തലയ്ക്ക് വെടിയേറ്റ നിലയിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ആ ഒരു ബോഡി മറ്റാരുടെയും ആയിരുന്നില്ല, വിർജീനിയയുടെ തന്നെയായിരുന്നു. ഈ ഒരു കേസ് അന്വേഷിച്ചപ്പോൾ ഒരുപാടധികം ട്വിസ്റ്റുകളിലൂടെ പോലീസിന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അന്നത്തെ ദിവസം ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വിർജീനിയക്ക് എന്താണ് സംഭവിച്ചത്? പോലീസുകാരെങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഈ കേസിൽ ഇത്രമാത്രം ട്വിസ്റ്റ് വരാണ്ടായ കാരണം എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസുകാരങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവർ ആദ്യം തന്നെ ആ ഒരു ക്രൈം സീൻ സെക്യൂർ ചെയ്യാണ്. അപ്പോഴത്തേനും ഫോറൻസിക് ടീം എത്തിയിട്ട് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വിർജീനിയക്ക് 3 തവണ വെടിയേറ്റിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എക്സിക്യൂഷൻ സ്റ്റൈലിൽ തലയിലായിരുന്നു ഏറ്റിട്ടുണ്ടായിരുന്നത്, പിന്നെയും 2 വെടിയേറ്റിട്ടുണ്ടായിരുന്നു. അവർ ആ ഒരു ക്രൈം സീൻ മുഴുവൻ അരിച്ച് പറക്കിയപ്പോൾ അവിടെ നിന്ന് 2 ഷെൽ കേസിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് പോലീസിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയോ വെച്ചിട്ട് ആദ്യത്തെ ഒരു വെടി ഇവർ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അതിനുശേഷം വീണ്ടും 2 തവണ കൂടി വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ കണക്കാക്കാൻ വേറെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു. വിർജീനിയയുടെ വലത്തെ കാലിൽ ഷൂ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ കാൽപാദത്തിൽ മണ്ണും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇങ്ങനെ ആയിരിക്കുമെന്ന് അവർ അസ്യൂം ചെയ്യുകയാണ്. പിന്നെ നോക്കുമ്പോൾ വിർജീനിയയുടെ ബോഡിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 അടി മാറിയിട്ട് 2 ബിയർ ബോട്ടിൽ കൂടെ പോലീസിന് ലഭിക്കുകയാണ്. പിന്നീടുള്ള പരിശോധനയിൽ വിർജീനിയയുടെ ബോഡിയിൽ നിന്ന് അവരുടേതല്ലാത്ത മറ്റൊരു ചെറിയ മുടി കൂടെ പോലീസിന് ലഭിക്കുകയാണ് ഉണ്ടായത്. ഈ ബിയർ ബോട്ടിലും കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവുമെന്ന് പോലീസുകാർ ആ ഒരു സമയത്ത് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് എവിഡൻസും കളക്ട് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഈ ഒരു വിർജീനിയയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പോലീസുകാർ നടത്തുകയാണ് ഉണ്ടായത്. അത് നോക്കിയപ്പോൾ പോലീസ് തന്നെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ പോലീസുകാർ ഞെട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഫാമിലി മെമ്പേഴ്സ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് ഉണ്ടായത്. കാരണം ഇവരുടെ തൊഴിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു കോൾ ഗേൾ ആയിരുന്നു. അപ്പോൾ ഇവർ വീട്ടിൽ പറഞ്ഞിരുന്നത് ഇതുപോലെ തന്നെ വീടുകളും മറ്റും വൃത്തിയാക്കാൻ പോകുന്ന ഒരു ജോലിയാണ് ഇവർക്കെന്നുള്ളതാണ്. എന്നാൽ ഇവരിതുപോലെ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായത്. ഇതുകൂടെ അറിഞ്ഞപ്പോൾ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിന്റെ നീളം കൂടുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണല്ലോ. അങ്ങനെ ആ ഒരു അന്വേഷണത്തിലൂടെ നടക്കുന്നതിൻ്റെ ഇടയിൽ പോലീസിന് മറ്റൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. ഈ ഒരു ബോഡി കിട്ടിയിടത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മാറിയിട്ടൊരു പാർക്കിംഗ് ലോട്ടിൽ ഈ സ്ത്രീയുടെ കാറും പോലീസുകാർ കണ്ടെത്തുകയാണ്. അപ്പോൾ ആ കാറിൽ നോക്കുമ്പോൾ അതിൻ്റെ ചില്ലിലും മറ്റുമൊക്കെ എന്താ പറയുക ബ്ലഡ് സ്പ്ലാറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ള് രക്തം ചെതറി കിടക്കുകയായിരുന്നു. അപ്പോൾ പോലീസിന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലഡ് പോയിരിക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആ ഒരു കാറിൽ വെച്ചിട്ടാണ് ആദ്യത്തെ വെടി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ബുള്ളറ്റിൻ്റെ ഷെൽ കേസിങ്ങും കാറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്ത്രീയെ വലിച്ച് അവിടെ കൊണ്ടുപോയിട്ടിട്ടാണ് പിന്നീട് 2 തവണ വെടി വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ആ ഒരു കാറും കൂടെ കണ്ടപ്പോൾ പോലീസിന് മനസ്സിലാവാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആ കാറിലെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു കുപ്പി പൊട്ടിക്കാത്ത ബിയർ കൂടെ ലഭിക്കുകയാണ്. അത് ആ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയ 2 ബിയർ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ സെയിം ബ്രാൻഡ് ആയിരുന്നു. അങ്ങനെ പോലീസുകാർ വിർജീനിയയുടെ പേജറിലോട്ട് ആ സമയത്ത് വന്ന മെസ്സേജ് ആരാണ് അയച്ചതെന്ന് നോക്കുകയാണ്. ജസ്റ്റിൻ ബുള്ളാർഡ് എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു പയ്യൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു ആ ഒരു പേജറിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെത്തി ജസ്റ്റിനെ ചോദ്യം ചെയ്തു. ജസ്റ്റിനെ പറഞ്ഞു ഈ ഒരു സംഭവം നടന്നു എന്ന് പറയുന്ന ടൈമിൽ ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു എന്ന് പറയുകയാണ്. ഇതൊന്നും ഞാനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നായിരുന്നു ജസ്റ്റിൻ പറഞ്ഞത്. പോലീസുകാർക്ക് അതങ്ങ് വിശ്വാസമായില്ല. അവർ സെർച്ച് വാറണ്ട് കൊണ്ടുവന്നിങ്ങനെ ജസ്റ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്യണം. അപ്പോൾ ഒരു എന്താ പറയുക 380 കാലിബർ പിസ്റ്റൾ അവിടെ നിന്ന് ലഭിക്കുകയാണ്. ഈ സെയിം പിസ്റ്റൾ പോലത്തെ പിസ്റ്റളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പിസ്റ്റളോ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. കാരണം സെയിം ബുള്ളറ്റ്സ് ആയിരുന്നു, അതായത് സെയിം ബുള്ളറ്റ് കേസിംഗ് ആയിരുന്നു ആ ഒരു ക്രൈം സീനിൽ നിന്നും പോലീസിന് കിട്ടിയിട്ടുണ്ടായത്.
അതുപോലെ തന്നെ ഫോറൻസിക് ടീം നോക്കുമ്പോൾ അവിടെ നിന്നൊരു ബൂട്ട് കിട്ടുകയാണ്. അത് മൈക്രോസ്കോപ്പിക് ലെവലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഹാർഡായിട്ട് ബ്ലഡ് സ്പ്ലാറ്റർ ചെയ്തതിൻ്റെ പാടുകൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ക്ലോസ് എക്സാമിൻ ചെയ്തിങ്ങായിട്ട് നോക്കുമ്പോൾ, അതായത് DNA PCR ടെസ്റ്റൊക്കെ നടത്തി നോക്കുമ്പോൾ അത് വിർജീനിയയുടെ ബ്ലഡ് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ കില്ലർ കൊലപാതകം ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ബൂട്ടാണ് ഇട്ടത് എന്നുള്ളൊരു കാര്യം പോലീസിന് കൺഫേം ആവുകയാണ്. പിന്നീട് ആ വീട്ടിലുണ്ടായിരുന്ന പിസ്റ്റൾ ഒരു സെമി ഓട്ടോമാറ്റിക് പിസ്റ്റളായിരുന്നു. അപ്പോൾ ആ ഒരു പിസ്റ്റൾ ലാബിലോട്ട് അയച്ചിട്ട് ആ ഒരു പിസ്റ്റലിൽ നിന്ന് തന്നെയാണോ ആ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം പിസ്റ്റൾ, അതായത് 100% അതേ പിസ്റ്റൾ വെച്ചിട്ട് തന്നെയാണ് ആ ബുള്ളറ്റ്സ് എല്ലാം തന്നെ ഫയർ ചെയ്തിരിക്കുന്നത് എന്നാണ്. അങ്ങനെ പോലീസുകാർ നോക്കുമ്പോൾ ജസ്റ്റിനെതിരെ ആവശ്യത്തിലധികം എവിഡൻസ് ആയി. എന്നാലും ജസ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ആ സമയത്ത് അപ്പാർട്ട്മെന്റിലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ആ ഒരു പയ്യൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് പോലീസിന് വേറെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിർജീനിയ കൊല്ലപ്പെടുന്നതിനും 3 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൾ ഗേളിന് ഒരു ക്ലയൻറ്റിൻ്റെ കോൾ വരികയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തി. അപ്പാർട്ട്മെൻറ്റ് തുറന്നകത്തോട്ട് കയറിയപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് എന്തായാലും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ ആ ഒരു സ്ത്രീയോട് ഹാളിൽ വെച്ച് തന്നെ വസ്ത്രങ്ങൾ അയക്കാനായിട്ട് പറയുകയാണ്. വസ്ത്രങ്ങൾ അയച്ചതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലയൻറ്റ് ഒരു കത്തി എടുത്ത് ആ ഒരു സ്ത്രീയുടെ നേരെ വരികയായിരുന്നു. എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം എനിക്ക് തന്നിട്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാനായിട്ട് അയാൾ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തന്നെ ഇയാൾക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ ഇന്നറിൽ ഇറങ്ങി ജീവനും കൊണ്ട് ഓടുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ കൂടെ പോലീസിന് ലഭിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ജസ്റ്റിൻ പോലീസിൻ്റെ അടുത്ത് വേറൊരു കഥയാണ് പറഞ്ഞത്. ഈ ഒരു കഥ ആരും തന്നെ വിശ്വസിക്കില്ല. അതായത് അങ്ങനെയുള്ളൊരു സ്റ്റോറി ആയിരുന്നു അത്. അതായത് ചെറിയൊരു കുട്ടിക്ക് തന്നെ അത് ഉണ്ടാക്കി പറയുന്ന ഒരു കഥയാണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് ജസ്റ്റിൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറിയിട്ട് എൻ്റെ ബൂട്ടും എൻ്റെ പിസ്റ്റളും എടുത്തുകൊണ്ട് പോയിട്ട് ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തിട്ട് അവിടെ തിരിച്ചു കൊണ്ട് വെച്ചതായിരിക്കാം, എനിക്കറിയില്ല, ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു ജസ്റ്റിൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. പോലീസുകാർ മറ്റേ കോൾ ഗേളിൻ്റെ അടുത്ത് ജസ്റ്റിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ ഒരു പയ്യനാണോ നിന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് ആ കോൾ ഗേൾ പറഞ്ഞു ഈ പയ്യനൊന്നുമല്ല എന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന്. എന്നാൽ ആ ഫോട്ടോയിൽ വേറെയും ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇയാളാണ് എന്നെ ഉപദ്രവിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ പോലീസിന് ചെറിയ രീതിയിൽ ട്വിസ്റ്റ് അടിക്കുകയാണ്. അതായത് ജസ്റ്റിൻ പറഞ്ഞതിന് സത്യമാണോ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചിന്ത ആ ഒരു സമയത്ത് പോലീസിൻ്റെ മനസ്സിലൂടെ പോവുകയാണ് ഉണ്ടായത്. അടുത്തതായിട്ട് പോലീസുകാർ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് ഏത് അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ്. പോലീസുകാർ പ്രതീക്ഷിച്ച പോലെ ജസ്റ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ടായിരുന്നില്ല ആ ഒരു കോൾ ഗേൾ പോയത്. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള വേറൊരു അപ്പാർട്ട്മെൻറ്റിലോട്ടായിരുന്നു. ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ റോയ്ബക്ക് എന്ന് പറയുന്ന ഒരാളായിരുന്നു താമസിച്ചിരുന്നത്. പോലീസുകാർ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ തന്നെ അവിടെ കറണ്ട് ഇല്ല എന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ നോക്കുമ്പോൾ അവിടെ ഒരു ബിയർ ബോട്ടിലും ഉണ്ടായിരുന്നു. ഈ സെയിം ബ്രാൻഡ് ബിയർ ബോട്ടിലായിരുന്നു ആ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ ആ കാറിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതും. അങ്ങനെ പോലീസുകാർ അതൊക്കെ എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യാണ് ഉണ്ടായത്. പോലീസുകാർ റോയ്ബക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ആൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും കുറച്ച് ഡ്രഗിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുള്ളതും മനസ്സിലായി. പിന്നെ അടുത്തതായിട്ട് ബിയർ ബോട്ടിൽ ഇവിടെ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ ബാക്കി കിട്ടിയ എല്ലാ ബിയർ ബോട്ടിലും കൂടെയും ഇതുപോലെ തന്നെ ലാബിലോട്ട് അയച്ച് ചെക്ക് ചെയ്തപ്പോൾ പോലീസിന് വേറൊരു കാര്യം മനസ്സിലാവുകയാണ്. ഈ ബിയർ ബോട്ടിലിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ കാറിൽ നിന്ന് കിട്ടിയ ബിയർ ബോട്ടിലിൻ്റെയും അതുപോലെ തന്നെ ക്രൈം സീൻ്റെ അവിടെ നിന്ന് കിട്ടിയ ബിയർ ബോട്ടിലിൻ്റെയും അതുപോലെ തന്നെ ഇയാളുടെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ ബിയർ ബോട്ടിലിൻ്റെ ഒക്കെ സീരിയൽ നമ്പർ അടുത്തടുത്തുള്ള സീരിയൽ നമ്പർ ആയിരുന്നു. അതായത് ഇതൊരൊറ്റ ബാച്ചിലത്തെ ബിയർ ബോട്ടിലാണ് എന്നുള്ളത് പോലീസിന് കൺഫേം ആവുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ജസ്റ്റിൻ പറഞ്ഞ ആ ഒരു കഥ പോലീസിന് ഓർമ്മ വരുന്നത്. അതായത് തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ പിസ്റ്റളും അതുപോലെ തന്നെ ബൂട്ടും ആരോ എടുത്തുകൊണ്ട് പോയിട്ട് കൃത്യം ചെയ്തിട്ട് കൊണ്ടുവച്ചാണെന്നുള്ള ആ ഒരു കഥ. ആ ഒരു കഥ പറയുന്നതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ ജസ്റ്റിൻ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കറണ്ട് ഇല്ലാതിരുന്നിരുന്നത് കൊണ്ട് ആ ഒരു ഫ്രണ്ട് 2 ദിവസം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഫ്രണ്ട് വേറെ ആരും ആയിരുന്നില്ല, റോയ്ബക്ക് തന്നെയായിരുന്നു. അപ്പോൾ പോലീസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അതായത് ഈ ഒരു റോയ്ബക്ക് എന്ന് പറയുന്ന ആൾ ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ ആൾക്ക് ഡ്രഗിനും കാര്യങ്ങൾക്കൊക്കെ പൈസ വേണമായിരുന്നു. അപ്പോൾ ആൾക്ക് പൈസ ഇല്ലാത്ത സമയത്ത് ആൾ ഒരു എളുപ്പമാർഗം കണ്ടെത്തിയതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എസ്കോർട്ട് സർവീസുകൾക്കും മറ്റുമൊക്കെ വിളിക്കാം. അതിനുശേഷം അങ്ങനെ എന്താ പറയുക പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വരുമ്പോൾ അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആളുടെ ഒരു പ്ലാൻ.
അപ്പോൾ ആൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ഒരു ദിവസം ഇതുപോലെ ആ ഒരു സ്ത്രീയെ വിളിക്കുകയാണ്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുകയും ചെയ്തു. ആ സ്ത്രീ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ ജസ്റ്റിൻ്റെ അപ്പാർട്ട്മെന്റിൽ ടെമ്പററി ആയിട്ട് വന്നപ്പോഴാണ് ജസ്റ്റിൻ്റെ പിസ്റ്റളും ബൂട്ടും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നീട് ആൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എസ്കോർട്ട് സർവീസിൽ വിളിച്ചിട്ട് ഒരു ഔട്ട്ഡേറ്റ് ബുക്ക് ചെയ്യാണ്. ആ ഒരു ടൈമിൽ വിർജീനിയ ആയിരുന്നു കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക ആളുടെ ട്രാപ്പിലോട്ട് വന്നു പെട്ടത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിൻ്റെ ബൂട്ടും പിസ്റ്റളും എടുത്തിട്ടായിരുന്നു ഈ വിർജീനിയ എന്ന് പറയുന്ന സ്ത്രീനെ കാണാനായിട്ട് പോയിട്ടുണ്ടായത്. ആള് ഒരു കേസ് ബിയറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ കാറിൽ കുറച്ച് നേരം എന്താ പറയുക ട്രാവൽ ചെയ്തു. കുറച്ച് ആളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലോട്ട് മാറ്റി നിർത്തിയിട്ട് അവർ രണ്ടുപേരും ഓരോ ബിയർ അടിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലുള്ള ഗണ്ണെടുത്ത് വിർജീനിയയുടെ തലക്ക് വെച്ചിട്ട് പറഞ്ഞു കയ്യിലുള്ള കാശൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ വിർജീനിയ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നുള്ളതാണ്. ആൾ എത്ര ചോദിച്ചിട്ടും വിർജീനിയ മറിച്ചൊന്നും പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വന്ന ആൾ ആ ഒരു കാറിൽ വെച്ച് തന്നെ വിർജീനിയയെ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് വിർജീനിയയെ കുറച്ചങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയിട്ടിട്ട് വീണ്ടും 2 തവണ കൂടെ വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ആ ഒരു കാർ അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുപോയി ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് ഒരു പാർക്കിംഗ് ലോട്ടിൽ ഉപേക്ഷിച്ചു. പിന്നീട് നേരെ അപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ട് ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്യായിരുന്നു. അതായത് നേരെ ജസ്റ്റിൻ്റെ അപ്പാർട്ട്മെന്റിലോട്ടാണ് പോയത്. ബൂട്ടൊക്കെ സെറ്റാക്കി വെച്ചു. അതുപോലെ തന്നെ പിസ്റ്റൾ എടുത്തോട് തന്നെ വെച്ചു. ഒന്നും അറിയാത്ത പോലെ ആൾ ആക്ട് ചെയ്തു. ഇനി വന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിനെ പിടിച്ചോട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആളുണ്ടായിരുന്നത്. എന്നാൽ റോയ്ബക്ക് അറിഞ്ഞില്ല ആള് കുടിച്ചു കളഞ്ഞ ബിയർ ബോട്ടിൽ തന്നെ ആളെ കാണിച്ചു കൊടുക്കും എന്നുള്ളത്. എന്തായാലും പോലീസുകാർ അത്ര നല്ല രീതിയിൽ അന്വേഷിച്ചത് കൊണ്ടും അവർ എന്താ പറയുക കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചത് കൊണ്ടും പാവം ജസ്റ്റിൻ രക്ഷപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാത്തൊരു കൊലപാതകത്തിന് വേണ്ടിയിട്ട് അയാൾ അകത്ത് കിടക്കേണ്ടതായിട്ട് വന്നാനേ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ സത്യം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കമൻറ്റുകളായിട്ട് താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.